ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തിയ തുടരും 32 ദിനങ്ങൾ പിന്നിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. സിനിമയുടെ OTT റിലീസിനെ കുറിച്ചുള്ള ആ ഒരു അപ്ഡേറ്റുകൾ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഈ മാസം അവസാനം, അതായത് മെയ് 30-ന് സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിൽ എത്താൻ പോവുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഇതിനിടയിൽ ഓർമ്മിപ്പിക്കുകയാണ്. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ അങ്ങനെ 5 ഭാഷകളിലാണ് സിനിമ OTTയിലേക്ക് എത്തുന്നത്. തീർത്തും നിരാശാജനകം എന്ന് തന്നെ പറയാം. ഇത്ര ഗംഭീരമായിട്ടൊരു സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ OTTയിലേക്ക് വിടുക എന്ന് പറയുമ്പോൾ 32 ദിനങ്ങളായി സിനിമ ഓടി 33-ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ 32 ദിനങ്ങളിൽ ആകെ 3 ദിനങ്ങളിലാണ് സിനിമ 1 കോടിക്ക് താഴെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയിട്ടുള്ളത്. ബാക്കി എല്ലാ ദിനവും സിനിമ 1 കോടിക്ക് മുകളിലാണ് എന്നുള്ളതാണ്. അതായത് ഇന്നലെ തിങ്കളാഴ്ച പോലും സിനിമയ്ക്ക് 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കളക്ഷനാണ്. അതായത് ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സിനിമയെ OTTയിലേക്ക് വിടുന്നു. അതെ, നമുക്കറിയാം പ്രൊഡ്യൂസേഴ്സ് അതിൻ്റെ മാക്സിമം പ്രതിഫലം അല്ലെങ്കിൽ അതിന് ഉള്ള പ്രോഫിറ്റ് ലഭിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇനിയും ഒരു 100 ദിവസം കൂടെ ഈ സിനിമ കേരള ബോക്സ് ഓഫീസിലേക്ക് ഓടേണ്ട ചിത്രം തന്നെയായിരുന്നു. ഒരുപക്ഷെ കാലങ്ങൾക്ക് ശേഷം ആണ് ഒരു സിനിമ 100 ദിനങ്ങൾക്ക് പിന്നിടാനുള്ള യോഗ്യത അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോകുന്നത്. കാരണം 33-ാം ദിനത്തിലും അത്രത്തോളം ഗംഭീരമായ തിരക്ക് സിനിമയ്ക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞായറാഴ്ച ഞെട്ടിപ്പിക്കുന്ന കളക്ഷൻ തന്നെയായിരുന്നു. 1.25 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെങ്കിൽ അത് ഒരു ചരിത്രം തന്നെയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ചെറിയ സിനിമയായി വന്ന് വലിയ സിനിമയായി മാറിയ തുടരും ഇന്ന് OTTയിലേക്ക് എത്തുമ്പോൾ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ കഴിയാത്ത ഒരുപാട് പേർക്ക് അതൊരു ആശ്വാസം തന്നെയായിരിക്കാം. ഒപ്പം പല സിനിമകൾക്കും ഇതൊരു ആശ്വാസമായിരിക്കാം. കാരണം തുടരുമെന്ന ചിത്രത്തിൻ്റെ ആ ഒരു പോക്ക് പല സിനിമകൾക്കും ഭീഷണിയായിരുന്നു. അതുമാത്രമല്ല, ഇനി ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കണമെങ്കിൽ അതിന് മോഹൻലാൽ തന്നെ വരണം എന്നുള്ള ലെവലിലേക്ക് മാറ്റിയിരിക്കുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 117 കോടിയും കടന്ന് മുന്നോട്ട് പോവുകയാണ്. അതായത് കൃത്യം പറഞ്ഞാൽ 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് സിനിമ കേരള തിയേറ്ററുകളിൽ നിന്ന് അപ്രത്യക്ഷമാകും. ഇനിയും നമുക്ക് കാണണമെങ്കിൽ മൾട്ടിപ്ലക്സുകളിൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. എന്താണേലും സിനിമ OTTയിലും തരംഗം സൃഷ്ടിക്കുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. കാരണം കണ്ടവർക്ക് വീണ്ടും കാണണമെന്നുള്ള മോഹമുള്ള ചിത്രം തന്നെയാണ്. പലപ്പോഴും പല വീടുകളിലും നമ്മൾ കേൾക്കുന്നു, പ്രായമായവരും കുട്ടികളും സ്ത്രീകളും എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു, അതൊന്നും കൂടെ ഈ സിനിമ കണ്ടാലോ എന്നുള്ള തോന്നലുകൾ. അതെ, ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഒന്ന് കരുതിയിരുന്നുവെങ്കിൽ, ഒരുപാട് പേർക്ക് ടിക്കറ്റ് നിരക്ക് കുറച്ച് കൊടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരു 365 ദിവസം ഓടാനുള്ള സ്റ്റഫുള്ള മൂവി തന്നെയായിരുന്നു ഈ ഒരു സിനിമ. എന്തായാലും ജിയോ ഹോട്ട്സ്റ്റാറിലേക്ക് എത്തുമ്പോൾ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 120 കോടിയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 250 കോടിയും എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് 132 കോടിയോളമാണ് സിനിമ എത്തി നിൽക്കുന്നത്. ഇന്നും സിനിമയ്ക്ക് 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ വരുമ്പോൾ ഒരു കാര്യം ഓർക്കുക, സിനിമ അമ്മാതിരി കൊടൂര സംഭവമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഹോട്ട്സ്റ്റാറിൽ അല്ലെങ്കിൽ OTTയിൽ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഒന്ന് കമൻസിലൂടെ പറയാം. നിങ്ങൾ സിനിമ കാണാൻ കഴിയാത്തവരാണെങ്കിൽ തീർച്ചയായും പറയാം. അതുപോലെ